ലോക പ്രശസ്തമായ ഈഫൽ ഗോപുരം 2 തവണ വിറ്റ് കാശാക്കിയ ഒരു കള്ളനുണ്ട്. പേര് വിക്ടർ ലെസിംഗ്. ഫ്രഞ്ച് സർക്കാർ പ്രതിനിധിയായി സ്വയം പരിചയപ്പെടുത്തിയാണ് പാരീസ് നഗരത്തിന്റെ മുഖമുദ്രയായി അറിയപ്പെടുന്ന ഈഫൽ ഗോപുരം വിക്ടർ 7ഓളം പേർക്ക് വിറ്റത്. 1925 ഈഫൽ ഗോപുരത്തിന്റെ ഭീമമായ പരിപാലന ചിലവ് താങ്ങാൻ കഴിയാതെ ഫ്രഞ്ച് ഗവൺമെന്റ് ടവറിനെ വിൽപ്പനയ്ക്ക് വെച്ചു അത്രേ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി നടിച്ച് തനിക്ക് കീഴിൽ ടവറിന്റെ വിൽപ്പന നടക്കുകയാണെന്ന് പറഞ്ഞ വ്യാജരേഖകൾ വിക്ടർ ലെസിംഗ് തയ്യാറാക്കി. ഈഫൽ ടവർ സ്വന്തമാക്കിയാൽ അതിലെ ഇരുമ്പ് വിറ്റ് കോടികൾ സമ്പാദിക്കാമെന്ന ലക്ഷ്യത്തിൽ ടവർ സ്വന്തമാക്കാൻ ചെറുകിട വ്യാപാരിയായിരുന്ന ആൻഡ്രേ പോയ്സൺ വിക്ടർ ലെസിന് കോടികൾ നൽകുന്നു. തട്ടിപ്പിന് ശേഷം ലെസിംഗ് അപ്രത്യക്ഷമായി. അധികം വൈകാതെ താൻ പറ്റിക്കപ്പെട്ടുവെന്ന് ആൻഡ്രേ തിരിച്ചറിയുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഈഫൽ ടവർ വിൽപ്പനയ്ക്ക് വെച്ചു. ഇത്തവണ 6 പേർക്ക് ഒരുമിച്ചാണ് ഈഫൽ ഗോപുരം വിറ്റത്. അതിലൊരാൾക്ക് തോന്നിയ ഒരു സംശയം പരാതിയായി മാറി. ഇങ്ങനെയാണ് ഈഫൽ ടവർ വിൽക്കുന്ന ആ ഗവൺമെന്റ് ഒഫീഷ്യലായ വിക്ടറെ പോലീസ് നോട്ടമിടുന്നത്. എന്നാൽ പിടിക്കപ്പെടാതെ അതിവിദഗ്ധമായ വിക്ടർ അന്ന് രക്ഷപ്പെട്ടിരുന്നു.